ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മീൻ കറിയാണ് നമുക്കിന്ന് ഉച്ചയൂണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഇത് കിളിമീൻ കോര, പുതിയാപ്പിള കോര അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ വെച്ചാൽ ഇത് നമ്മളിന്ന് നമ്മൾ കിളിമീൻ എടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ്, കറി വെക്കാനാണ്. പിന്നെ നമ്മൾ കുറേ ദിവസമായി പച്ചപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട്, അതായത് പച്ചപ്പയർ വാങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. അപ്പം എന്ന് വെച്ചാൽ അതിപ്പോൾ മെഴുക്കുവരട്ടിയോ തോരനൊക്കെ ആയിട്ട് ഉണ്ടാക്കാമല്ലോ, തേങ്ങ ചതച്ചിട്ടിട്ട്. ഇന്നിപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിയാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയൂണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മീനൊക്കെ മീൻ വാങ്ങി നന്നാക്കിയിട്ടില്ല. അപ്പോഴേക്കിതാ പൂച്ച അങ്ങോട്ടും പരക്കം പായുന്നുണ്ട്. അപ്പോൾ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്. നല്ല ഇപ്പോൾ തല കിട്ടുള്ളല്ലോ. അപ്പോൾ അവിടെ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്നത് കിളിമീനാണ്. ഇന്നിപ്പോൾ 1/2 കിലോ കിളിമീൻ കറി മാത്രമേ ഉള്ളൂ, വറക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുറേ ആയിട്ട് നമുക്ക് പച്ചപ്പയർ, നമ്മൾ സാധാരണ പച്ചപ്പയറുണ്ടല്ലോ മെഴുക്കുവരട്ടി വയ്ക്കുന്നത്, അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് മെഴുക്കുവരട്ടി. അപ്പോൾ കുറേ വാങ്ങിയിട്ട് പയറൊക്കെ, കാരണം ഒന്നാമത് പയറിന് അത്യാവശ്യം നല്ല വില ഉണ്ട്. ഇപ്പം ഇന്നിപ്പോൾ കുറച്ചൊരു വിലക്കുറവിൽ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നുള്ളത്. നമുക്ക് ആദ്യം മീൻ കറി അത് വയ്ക്കാം. അപ്പോൾ ഏതായാലും മീൻ നന്നാക്കാം. ഇവിടെ തന്നെയാണ് നന്നാക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കോര തന്നെയാണ് ഇന്ന് കിട്ടിയത്. ഇന്നിപ്പോൾ നമ്മൾ കറി മാത്രമാണ് വെക്കുന്നത്, വറക്കുന്നൊന്നുമില്ല. ഇതാ തല നീണ്ട് തല ഇതിൽ വേറെ ഇടാണ്. അതിനാണ് ഇപ്പോൾ കാത്ത് നിൽക്കുന്നത് പൂച്ച. ഇപ്പോൾ തലയൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഒക്കെ കൊടുത്ത് കഴിച്ചു കഴിഞ്ഞു. ആകെ മീനിൻ്റെ തലേ അമ്മ കറിയിൽ ഇടുന്നുള്ളൂ. ബാക്കിയൊക്കെ പൂച്ച കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് ഞാൻ വേറെയും കൊണ്ടുവന്ന് കൊടുത്തിരുന്നു തല. അപ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് പാരണതിലേക്ക് രണ്ട് പ്രാവശ്യം പിഴിഞ്ഞ് പാരുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് 2 തക്കാളി എടുക്കുന്നുണ്ട്. അത് നുറുക്കിയുടെ ആളാണ്. പിന്നെ പച്ചമുളകുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കാം. പിന്നെ തേങ്ങ ചിരവിയത് ഇനി അരച്ചെടുക്കാനുള്ളതാണ്. ചെറിയ ഉള്ളി ഒരു ലേശം ചേർക്കുന്നുണ്ട്, അതും ചേർത്ത് അരച്ച് എടുത്തത് അത് ഇനി ഇതിൽ ഒഴിക്കാം. സാധാരണ മൺചട്ടിയിൽ ഒരു സാധാരണ പോലത്തെ ഒരു കറി വെന്ത് വരുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെന്തിട്ടുണ്ട്. കറിവേപ്പില അത് ചേർക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടൽ. മീൻ കറി ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയായാലും മെഴുക്ക് വരട്ടി അത് നോക്കാം. കറി ഇവിടെ ആയി. അപ്പോൾ നമ്മൾ പച്ചപ്പയർ ഇന്നിപ്പോൾ അതാണ് മെഴുക്ക് വരട്ടി എടുക്കുന്നത്. കുറേ ദിവസമായി പച്ചപ്പയറൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അത്യാവശ്യം വില ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങലില്ല. ഇന്ന് കുറച്ചൊക്കെ വില കുറഞ്ഞപ്പോൾ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് വില കുറയുമ്പോൾ അപ്പോഴൊക്കെയാണ് കാര്യമായിട്ട് വാങ്ങൽ. പിന്നെ അതിലേക്ക്
പച്ചമുളകും. വേണമെങ്കിൽ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടാം. ഇന്ന് പിന്നെ ഇത് തന്നെ ഉണ്ട് അത്യാവശ്യം, അപ്പോൾ അത് മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ഏതായാലും അതൊക്കെ ചട്ടിയിൽ ഇടാം. കഴുകലൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതിൽ ഉപ്പ്. ഇനിയിപ്പോൾ ചെറിയൊരു വെള്ളത്തിൽ അത് വേവിച്ചെടുത്തു. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാക്കി ഒന്ന് വലിയിച്ചെടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തുളിച്ചിട്ട് ഒന്നുകൂടി ഒന്നുണ്ട് വലിയിച്ചെടുക്കും ചെറിയ തീയിൽ. പിന്നെ അതങ്ങനെ കിടന്ന് വലിഞ്ഞോളും. അപ്പോൾ മീൻകറി നമ്മളെ മെഴുക്കുവരട്ടിയൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടു. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി. പിന്നെ ഇപ്പോൾ നമ്മളെ കിളിമീൻ കറി, നമ്മളെ കോര മീൻ കറി. വറക്കാനും പറ്റിയ മീൻ തന്നെയാണിത്. എന്നാലിപ്പോൾ ഇന്ന് കറി വെച്ചു മാത്രം. പിന്നെ നമ്മളെ പച്ചപ്പയർ മെഴുക്ക് വരട്ടി, പിന്നെ പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് എനിക്കുള്ളതാണ്. ഏതായാലും ഊണഴിക്കൽ കഴിഞ്ഞ് ഒന്നിരുന്ന് എന്തെങ്കിലും ഇതിപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ, അപ്പോൾ എന്തെങ്കിലും പഴങ്ങളൊക്കെ ഇത് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇനി ഒരു ഉച്ചമയക്കമുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് ഓറഞ്ച്, ആപ്പിള്, പച്ചമുന്തിരി. നല്ല ചൂടാണല്ലോ അപ്പോൾ, ആ സമയത്ത് നല്ലതാണ് ആയാലും പഴങ്ങൾ. അപ്പം അമ്മയ്ക്കും അതേ പഴങ്ങൾ ഇഷ്ടം തന്നെയാണ്. അപ്പം എന്നേതായാലും ഊണ് കഴിഞ്ഞ് ശേഷമാവാം എന്ന് വിചാരിച്ചു കഴിക്കൽ. ചിലപ്പോൾ 3 മണി നേരത്ത് കഴിക്കുമ്പോഴും പഴം കഴിക്കലുണ്ട്, അല്ലെങ്കിൽ രാവിലെ 11 മണിക്കോ. അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പഴം ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ കഴിക്കുന്നില്ല ഏത് പഴങ്ങളാണെങ്കിലും ഓറഞ്ചാണ്. ഓറഞ്ചാക്കിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.